ബനു ഇസ്രായേല്യർ അഥവാ തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ആളുകളായ യഹൂദികളും നസ്രാനികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുവാൻ ബാധ്യസ്ഥരായ ആളുകളാണ് വാസ്തവത്തിൽ അവർ. കാരണം അറേബ്യൻ മുശ്രിക്കുകളെക്കാൾ അവരുടേതായ വേദഗ്രന്ഥങ്ങളിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിയോഗത്തെ സംബന്ധിച്ച് കേട്ടറിഞ്ഞവരും വായിച്ചറിഞ്ഞവരും ഒരു വേള ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് പറഞ്ഞ് കാത്തിരുന്നവരുമാണ് വാസ്തവത്തിൽ ആര്? ഇസ്രായേൽ സന്തതികൾ. എന്നാൽ ആ പ്രവാചകൻ വന്നപ്പോൾ അവർ വിശ്വസിക്കാതിരിക്കാനുണ്ടായ കാരണം അവരുടെ അസൂയ മാത്രമാണ്. കാരണം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ നിന്നാണ് അവർ ഒരു പ്രവാചകന്റെ നിയോഗത്തെ പ്രതീക്ഷിച്ചത്. പക്ഷേ വന്നു നോക്കുമ്പോൾ മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുവാൻ കാത്തിരുന്ന യഹൂദികളും നസ്രാനികളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവിൽ വിശ്വസിക്കുന്നതിന് പകരം അവർ അവിശ്വസിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവർക്കിടയിലുള്ള അസൂയയും പകയും വിദ്വേഷവും മാത്രമാണ് ഖുർആനിക അധ്യാപനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുവാൻ അവർക്ക് പ്രേരകമായത്. ഇതൊക്കെ അവരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു വിശുദ്ധ ഖുർആൻ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച് മനസ്സിലാക്കിയത്. ഈ ഖുർആൻ യഖുസ്സു അലാ ബനി ഇസ്രായീല, ഇസ്രായേൽ മക്കൾക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്കിടയിൽ ഏതെല്ലാം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ടോ അതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണ് എന്ന്. ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, അതുപോലെ തന്നെ മറിയം ബീവിയെ കുറിച്ച്, അങ്ങനെയുള്ള പല തെറ്റായ ധാരണകളും യഹൂദികൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്. നസ്രാണികളാവട്ടെ ഈ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെയും മറിയമിൻ്റെയും പേരിൽ അതിര് കവിയുകയും ചെയ്തു. ഒരു കൂട്ടർ അവരെ ജാരസന്താനാണെന്ന് പറഞ്ഞു യഹൂദികൾ ഈസാ അലൈഹിസ്സലാമിനെയും ഉമ്മയെയും ഒക്കെ തെറി പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ എന്താ ചെയ്തത്? ഈസാ അലൈഹിസ്സലാമിനെയും മറിയം ബീവിയെയും പരിധി വിട്ട് അതിര് കവിഞ്ഞ് പുകഴ്ത്തി. ഒരു കൂട്ടർ പറ്റ ഇടിച്ചു താഴ്ത്തിയപ്പോൾ വേറൊരു കൂട്ടർ അതിര് കവിഞ്ഞ് പുകഴ്ത്തി. ഇത് രണ്ടിൻ്റെ ഇടയിലാണ് ഇസ്ലാം നിലകൊണ്ടത്. ഇതിവർക്ക് വളരെ കൃത്യമായി തന്നെ അള്ളാഹു വിവരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എന്ത്? ഇന്നഹാദൽ ഖുർആന യഖുസ്സു അലാ ബനി ഇസ്രായീല അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. ഈസാ അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്, നേരെ മറിച്ച് ദൈവമോ ദൈവപുത്രനോ അല്ലെങ്കിൽ മൂന്നും കൂടിയതോ ഒന്നുമല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ മറിയം ബീവിയെ സംബന്ധിച്ചും ഒക്കെ കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലെ 34 ആയത്തുകൾ വരെ ആരായിരുന്നു ഈസാ അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹം എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടു തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മറിയം ബീവി ഗർഭം ധരിച്ചത് മുതലുണ്ടായ പ്രയാസങ്ങളും അവിടുന്ന് അങ്ങോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല സൂറത്ത് മറിയമിലൂടെ വിശദീകരിച്ചിട്ട് പറഞ്ഞു. ദാലിക ഈസാ ഇബ്നു മറിയം, അതാണ് ഈസാ ഇബ്നു മറിയം. അല്ലാതെ നിങ്ങൾ പറയും പോലെ ദൈവമോ ദൈവപുത്രനോ ഒന്നുമല്ല, മറിച്ച് ഈ പറയുന്നതാണ് ഈസാ അലൈഹിസ്സലാം. നമ്മളെ മനസ്സിലുണ്ടാകണം, ഈ ഇന്നഹാദൽ ഖുർആന യഖുസ്സു അലാ ബനി ഇസ്രായീല അക്സറല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ എന്നുള്ളതിൻ്റെ കാര്യമാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ അതൊക്കെ അവർക്ക് കൃത്യമായി തന്നെ ഈ ഖുർആൻ ഓർമ്മപ്പെടുത്തി. പക്ഷേ